ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സ്റ്റേജിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ആണ്. ഇപ്പം പല ബാച്ചിലായിട്ട് പഠിക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാണ് സിലബസ് ഫിനിഷ് ആവുക, എന്നാണ് ഫുൾ സിലബസും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇനി എല്ലാവർക്കും റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു മൂഡിലേക്ക് വരികയാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഇതുവരെ ഒന്നും ആവാത്തവരുണ്ട്. ഇപ്പം പഠിച്ചു തുടങ്ങിയവർക്ക് അറിയാം, ഞങ്ങൾ ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നുണ്ട്, ഇന്ന സമയമാകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ സിലബസ് ഫിനിഷ് ചെയ്യും, അതിനുശേഷം റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പഠിച്ച് സിലബസുമായിട്ട് വലിയൊരു ടച്ച് ഒന്നും ഇല്ലാണ്ടിരുന്ന് ഇനി ഒന്നും കൂടി ആദ്യം മുതലൊന്ന് നോക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പം അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് സിലബസ് തീരുന്നില്ല, ഞാൻ തന്നെ കുറെ പഠിക്കാൻ നോക്കി, ഞാൻ തന്നെ ഒരു സെൽഫ് സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി നോക്കി, പക്ഷെ എത്ര പഠിച്ചിട്ടും നീങ്ങുന്നില്ല. അപ്പം വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ ഒരു ചാപ്റ്ററിന് തന്നെ കുറേ ലോങ് വീഡിയോസ് ഉണ്ട്. അപ്പൊ എത്ര കണ്ടിട്ട് നിങ്ങൾക്ക് അത് കണ്ടു തീർക്കാനോ ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കാനോ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കാണാം? നമ്മൾ നീറ്റ് പോലുള്ള ഒരു എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ച് ഫിനിഷ് ചെയ്യുക എന്നുള്ള ഒരു ഇതല്ലല്ലോ. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യം നല്ല വൃത്തിയാക്കി മനസ്സിലാക്കി പഠിക്കണം. കാരണം നിങ്ങൾ എഴുതുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, ഇറ്റ് ഈസ് ആൻ ഓബ്ജക്റ്റീവ് പേപ്പർ. MCQ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ആ ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര പെട്ടെന്ന് എങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ തരിക. അപ്പോൾ സിലബസ് ജസ്റ്റ് പഠിച്ചു പോകുന്ന, സിലബസ് ഒരു പ്രാവശ്യം പഠിച്ചു, രണ്ടാമത്തെ റിവൈസ് ചെയ്തു, മൂന്നാമത്തെ റിവൈസ് ചെയ്തു, ജസ്റ്റ് പഠിച്ചു പോകുന്നത് മാത്രമല്ലല്ലോ അതിൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ കോൺസെപ്റ്റുകളെ എങ്ങനെ എത്ര ഡെപ്തിൽ മനസ്സിലാക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ NCERT റീഡിങ്. NCERT നിർബന്ധമായും ഫോർ എ സബ്ജക്ട് ലൈക്ക് ബയോളജി, ഈവൻ ഇൻ ഓൾ ദി സബ്ജക്ട്സ് നമ്മൾ NCERTയിലെ സോൾഡ് എക്സാമ്പിൾസ് നോക്കണം. NCERT ശരിക്കും നമ്മൾ ലൈൻ ബൈ ലൈൻ വായിക്കണം. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഉള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ പറ്റും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്? ഇനിയിപ്പോൾ നീറ്റ് 2026 അധികം സമയമില്ല, ഇനിയെങ്കിലും നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമായി. അപ്പോൾ NCERT വായിക്കണം. പിന്നെ സിലബസ് വെറുതെ പഠിച്ച് തീർത്താൽ മാത്രം പോരാ. സിലബസ് തീരുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ മാത്രം പോരാ. സിലബസ് നമുക്ക് പഠിച്ചു തീർക്കണം, അത് റിവൈസ് ചെയ്യണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും മൊത്തം എല്ലാ സബ്ജക്ട്സിന്റെയും സിലബസ് നമുക്ക് നോക്കണം. ഇതിനോടെല്ലാം ഒപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസും നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള, ഇപ്പം നമുക്കറിയാം നീറ്റിന്റെ പാറ്റേൺ ഒക്കെ 2025 നല്ല ടഫ് പേപ്പർ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറുന്ന രീതിയിൽ എങ്ങനെയാണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതെല്ലാം കൂടെ എങ്ങനെ ഒരാൾക്ക് ചുരുങ്ങിയ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റും? there comes the need for proper guidance. അതായത് ഈ ഒരു രീതിയിൽ ഒരുപാട് നീറ്റ് ആസ്പിരൻസിനെ ട്രെയിൻ ചെയ്ത് ഒരുപാട് അടിപൊളി റിസൾട്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത നീറ്റ് എക്സ്പേർട്സിന്റെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇനിയുള്ള പ്രിപ്പറേഷന് വേണ്ടത്. അപ്പം ഇനിയുള്ള സമയത്ത് ഇല്ല ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോളാം, ഞാൻ അത് നോക്കി പഠിക്കുന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നിന്നാൽ അഗെയിൻ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നവംബർ ആയി, ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ നിങ്ങൾ നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ട് സെൽഫ് സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് പോകും, ഓക്കെ. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ എനർജിയൊക്കെ അങ്ങ് കുറഞ്ഞു വരും, താല്പര്യം കുറഞ്ഞു വരും, ക്ലാസ് കാണാൻ പറ്റുന്നില്ല, കണ്ടു തീർക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ വീണ്ടും നിങ്ങൾ പഴയ ബാക്ക് ടു സ്ക്വയർ വൺ ആവും. അപ്പോൾ വീണ്ടും പെൻഡിങ് വരും, സിലബസ് തീരുന്നില്ല, അപ്പം എൻ്റെ സമയം വേസ്റ്റ് ആയെന്നുള്ള ഫീലിംഗ് വരും. അപ്പോഴേക്കും ജനുവരി ആവും, ഫെബ്രുവരി ആവും, പിന്നെ നമുക്കറിയാം മെയ്യിൽ എക്സാം ആണ്. സോ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരാണ്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള സമയം ഞാൻ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ നീ പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ സിലബസ് നന്നായിട്ട് പഠിക്കും, നല്ല ഡെപ്തിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കും. പ്ലസ് ഞാൻ NCERT റെഗുലറായിട്ട് വായിക്കും, എക്സസൈസസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. പ്ലസ് ഞാൻ നീറ്റ് മോഡലിലുള്ള എക്സാമുകൾ എഴുതും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ഓൾ ഇൻ വൺ ആയിട്ടുള്ള സൊല്യൂഷനാണ് സൈലത്തിൻ്റെ XPL ഓൺലൈൻ ബാച്ച്. സൈലത്തിൻ്റെ നീറ്റ് എക്സ്പേർട്സ് ആണ് നിങ്ങളെ ഇവിടെ ഗൈഡ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഗൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ വെറുതെ നിങ്ങൾക്ക് വന്ന് സിലബസ് പഠിപ്പിച്ച് പോവല്ല, ഓരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക് ഞങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്ലസ് അതിനെ ബേസിസുള്ള ക്വസ്റ്റ്യൻ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ബാച്ചിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് ടോപ്പിക്ക് മനസ്സിലാക്കാം. ഇനി ആ ടോപ്പിക്ക് റെക്കോർഡഡ് കണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ അല്ല, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വന്ന് ആ ഡൗട്ട്സ് നേരിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാം. കൂടാതെ നിങ്ങളുടെ കൺസേൺസ് അറിയിക്കാനും നിങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ആൻഡ് യു ഓൾസോ ഹാവ് സൈലം ലേണിംഗ് ആപ്പിലേക്കുള്ള ആക്സസ് ഉണ്ടാകും. ആപ്പ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള AI ഗുരു, ഇൻഫിനിറ്റി പ്രാക്ടീസ്, ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. അങ്ങനെ ഒട്ടനവധി. ഇനി സ്റ്റഡി മെറ്റീരിയൽ വേണ്ടവരാണെങ്കിൽ സൈലത്തിൻ്റെ DPPs ഉണ്ട്,
അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ആൻഡ് NCERT ക്രാക്കേഴ്സ് ഉണ്ട്, ലാസ്റ്റ് 37 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഈ ബാച്ചിലുള്ള ഫീച്ചറാണ് നിങ്ങൾക്ക് നീറ്റ് മോഡലിലുള്ള മോക്ക് എക്സാമുകൾ ഉണ്ടാകും. സൈലത്തിൻ്റെ ഓഫ്ലൈൻ മോക്ക് എക്സാം ആയിട്ടുള്ള നീറ്റ് മോഡൽ മോക്ക് എക്സാം ആയിട്ടുള്ള GIBയിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാകും. ആൻഡ് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ടാബ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസിൽ ഒരു ടീച്ചേഴ്സിൻ്റെ, അതായത് നീറ്റ് എക്സ്പേർട്സിൻ്റെ ഗൈഡൻസോടെ എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷനാണ് നമ്മുടെ XPL നീറ്റ്. അപ്പോൾ XPL ഓൺലൈൻ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഓഫ്ലൈൻ ഉണ്ടാവുമെന്നുണ്ട്. ഡെഫിനറ്റ്ലി ഓഫ്ലൈനും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ് നടത്തുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിലിരുന്ന് വേറെ എങ്ങോട്ടും പോവാതെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ XPL ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മിസ് ഓൾറെഡി മറ്റ് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം മിസ്സാക്കരുത്. നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ 10% ഓഫറും ഉണ്ട്. അപ്പം വളരെ കുറഞ്ഞ ഫീസാണ് ആൻഡ് ഓഫറോട് കൂടി നിങ്ങൾക്ക് അതിലും നല്ലൊരു ഡിസ്കൗണ്ടിൽ 10% ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി സിലബസ് തീരുമോ, എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കായിട്ടുള്ള ക്ലിയർ കട്ട് അക്കാഡമിക് പ്ലാൻ ഫ്രം ബിഗിനിങ് ടു ദി എൻഡ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫുൾ സിലബസ്, നീറ്റിൻ്റെ സിലബസ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് തരും. അപ്പം ഈ ഫീച്ചേഴ്സൊക്കെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.